യേശുവിൻ്റെ കൂട്ടായ്മയിൽ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സഫാനിയയുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. ഈ വിശ്വാസം നമ്മളിൽ എത്ര പേരിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട സമയമായി. ഇന്ന് നമ്മൾ കടിയുറച്ച് വിശ്വസിക്കാം, എൻ്റെ ദൈവമായ കർത്താവ് എനിക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളോടും പോരാടുന്ന ഒരു യോദ്ധാവാണ്. ആ ദൈവം എൻ്റെ മധ്യയുണ്ട്. ഒരു തിന്മയ്ക്കും എന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഒരു ശത്രുവിനും എന്നെ തകർക്കുവാൻ സാധിക്കുകയില്ല. അത്രമേൽ എനിക്ക് സംരക്ഷണം നൽകുന്ന, എനിക്ക് വേണ്ടി പടപൊരുതുന്ന ഒരു യോദ്ധാവായ കർത്താവ് എൻ്റെ മുന്നിലുണ്ട്, എൻ്റെ അടുത്തുണ്ട്, എന്നോടൊപ്പമുണ്ട്. ആകുലതകളും സഹനങ്ങളും വേദനകളും വരുമ്പോൾ ലോകത്തിൻ്റെതായ രീതിയിൽ നമ്മൾ ചിന്തിച്ച് ദൈവത്തെ പഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഉറച്ചു വിശ്വസിക്കുക, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം, ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നു ഇരിക്കുന്നിടത്തോളം കാലം ആ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആ ദൈവം എന്നെ സംരക്ഷിക്കും. ആർക്കും എന്നെ ഒന്നും തകർക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് ആ ദൈവത്തോടൊപ്പമായിരിക്കാം. ആ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ നമുക്ക് ജീവിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി, കുടുംബസമാധാനത്തിന് വേണ്ടി, മക്കളുടെ ജീവിതം അനുഗ്രഹപ്രദമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായ ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.